സഹകരണ വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ 7ാം വർഷത്തെ ആഘോഷ പരിപാടികൾ ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ നിർവഹിച്ചു. 1973 മുതലാണ് ലോകം എമ്പാടും പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി ഓരോ രാജ്യവും അതിൻ്റെ ഭാഗഭാഗത്വം ഏറ്റുകൊണ്ട് ഈ പരിപാടി നടത്താറുണ്ട്. ഇപ്രാവശ്യം സൗദി അറേബ്യയാണ് ഈ പരിപാടി ആതിഥ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന, അതിൽ ലോകം മുഴുവനും ആചരിക്കുന്ന, ലോകത്തിന് മുഴുവനും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഇടക്കൊച്ചി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ഇവിടെ നടത്തുന്നത്. പണ്ടുകാലം മുതൽ തന്നെ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ നടത്താറുണ്ട്. അതിവിടെയുള്ള സഹകാരികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള അവർക്കെല്ലാവർക്കും വിവരം അറിയാവുന്നതാണ്. നമ്മളുടെ 2 ഡിവിഷനിലെയും 2 കൗൺസിലർമാരിവിടെ ഉണ്ട്. ശ്രീമതി ജീജ ജംഗ്ഷൻ, ശ്രീ അഭിലാഷ് ടോപ്പിൽ. അവരെല്ലാം ഇന്ന് രാവിലെ മുതൽ നമ്മളുടെ ഈ പ്രദേശത്തെ പല സ്ഥലങ്ങളിലായി നടക്കുന്ന ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്തിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മൊത്തം ഈ ഒരു പരിപാടി നാടിനും രാജ്യത്തിനും ലോകത്തിനും ആവശ്യമാണ്. ഡയറക്ടർ ബോർഡ് മെമ്പർ KM മനോഹരന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ മാതൃക റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി PK പ്രദീപിന് പ്ലാവിൻ തൈ നൽകിക്കൊണ്ടാണ് ബാങ്ക് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചത്. കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ ജീജ ടെൻസൺ, അഭിലാഷ് തോപ്പിൽ, ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PD സുരേഷ്, ജസ്റ്റിൻ കവലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ കനവൽ ഇത് നടന്നുപോകും. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വളരെ ആവശ്യമായ ഒരു കാലഘട്ടം കൂടി. ഈ ചൂടും കൂടി അവസരം നമ്മൾ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെല്ലാം ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ലോക പരിസ്ഥിതി ആചരിക്കുന്ന വേളയിൽ നമ്മളിവിടുന്ന് വൃക്ഷത്തൈകളായിട്ട് 2000 മാത്രമായിട്ട് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വളരെ ദുഷ്കരമായി തീർന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ. പ്രകൃതിക്ഷോഭവും കാലാവസ്ഥ വ്യതിയാനവും കുടിവെള്ളക്ഷാമവും അങ്ങനെ ജീവിതത്തിൽ എല്ലാ നിലയിലും പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർഘടം പിടിച്ച ഒരു ഘട്ടമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വനനശീകരണം, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾ മലിനമാകുക, പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം, അത് ഉപയോഗം ചെയ്തുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, അങ്ങനെ പരിസ്ഥിതി മൊത്തം മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വർഷം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്കാണ് ബാങ്ക് ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് സെക്രട്ടറി PJ ഫ്രാൻസിസ് ചടങ്ങിൽ അറിയിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ അഗസ്റ്റിൻ ജോസഫ്, TR ജോസഫ്, കർമിലി ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. റിഡ്ജൻ റിബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.